എല്ലാവർക്കും AK വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രായം കൂടുന്തോറും നമുക്ക് എന്നും ടെൻഷനാണല്ലേ. നമ്മുടെ മുഖത്ത് ചുളിവുകൾ ഉണ്ടാകുന്നു, വരകൾ ഉണ്ടാകുന്നു, നമ്മുടെ ഫേസ് ആകെ കാണുമ്പോൾ നമുക്ക് ആകെ ടെൻഷനാവും. എനക്കുണ്ടത്. അപ്പോൾ നമ്മൾ ചർമ്മം എന്നും 18ന്റെ തിളക്കത്തോടെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയാലോ? വായോ. ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലാക്സ് സീഡ് കിട്ടും കേട്ടോ. ഇതാണ് ഫ്ലാക്സ് സീഡ്. ഇങ്ങനെയാണ് ഫ്ലാക്സ് സീഡ് ഉണ്ടാവുക. ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിന് ഇലാസ്തികത നൽകാൻ ഫ്ലാക്സ് സീഡ് വളരെ ഉത്തമമാണ്. പിന്നെ അതുകൂടാണ്ട് ഓട്സാണ് പിന്നെ വേണ്ടത്. ഓട്സും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് പാലാണ് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കൊരു ബൗളിൽ വെള്ളം ചൂടാക്കാൻ, ഒരു എടുത്ത് വെള്ളം ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കാം. നമ്മൾ എത്രയാണ് നമ്മൾ ഇപ്പോൾ 2-3 ദിവസത്തേക്ക് വെക്കാനാണെങ്കിൽ കുറച്ച് നല്ലോണം എടുക്കുക. അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം മതിയാവും. നമുക്ക് ഒരു ദിവസത്തേക്കാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ഫ്ലാക്സ് സീഡ് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നതിൽ ഒത്തിരി omega-3 ഫാറ്റി ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ. ഇത് കഴിക്കാനും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഓട്സ് നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനും നല്ല കളർ കിട്ടാനും ഒക്കെ ഓട്സ് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ ഈ ഫ്ലാക്സ് സീഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്ലാക്സ് സീഡ് നമുക്ക് ഡെയിലി കഴിക്കുന്നത് കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. ഒത്തിരി ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ല ഫ്ലാക്സ് സീഡ് നമ്മുടെ മുടിക്കും സ്കിന്നിനും നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ നല്ലൊരു സംഭവമാണ് ഫ്ലാക്സ് സീഡ് കേട്ടോ. ഇനി ഇതിപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഒരു സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കാച്ചാത്ത പാലാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണ്. അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് നമ്മുടെ ഓട്സ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓട്സ് നമ്മുടെ ചർമ്മത്തിന് ഈർപ്പവും തിളക്കവും നൽകും. അതേപോലെ തന്നെയാണ് പാലും. ഓട്സ് നമ്മുടെ ചർമ്മം ആഴത്തിൽ വൃത്തിയാക്കാൻ സഹായിക്കും കേട്ടോ. ആഴത്തിൽ വൃത്തിയാക്കാനും നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിരിക്കാനും ഓട്സ് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് 1-2 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അതിലധികം ഞാൻ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. 1-2 ദിവസം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. എനിക്കിപ്പോൾ ഇത് 2 ദിവസത്തേക്ക് വേണ്ടുന്നതാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഫ്ലാക്സ് സീഡിലുള്ള omega-3 ഫാറ്റി ആസിഡ് നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകൾ തടയാൻ ഒരു പരിധിയിലധികം സഹായിക്കും കേട്ടോ. പാലും ഓട്സും ചർമ്മത്തിന് പ്രകൃതിദത്തമായ ബ്ലീച്ചിങ് എഫക്റ്റ് കൊടുക്കും. നമ്മൾ പുറത്ത് പോയി ബ്ലീച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ബ്ലീച്ച് കേട്ടോ. അത് നമുക്ക് നമ്മുടെ സ്കിന്നിന് ഒരു ദോഷവും ഒരിക്കലും ചെയ്യില്ല. അപ്പം നിങ്ങൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ നമ്മുടെ omega-3 ഫാറ്റി ആസിഡ് നമ്മുടെ മുഖത്ത് വരുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിരിക്കും. അതായത് നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ആ ജെല്ല് നമ്മൾ കറ്റാർവാഴ ജെല്ല് പോലെ നല്ല ആ ജെല്ലി കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് ചൂടാക്കുമ്പോൾ കിട്ടും, ചൂടാക്കി തണുക്കുമ്പോൾ. അപ്പോൾ അതുകൂടാതെ ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. പാലും നമ്മുടെ ഓട്സും ഈ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും കൂടി നന്നായിട്ട് യോജിപ്പിക്കണം. അതിന് ശേഷം എന്ത് ചെയ്യുക, മുഖം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഈ പാക്ക് താഴെ നിന്ന് മുകളിലോട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ശരിക്കും നമ്മൾ ഏത് പാക്ക് ഇടുമ്പോഴും കഴുത്തിൻ്റെ താഴേന്ന് മുകളിലോട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഞാനിത് ആദ്യം പാക്ക് ഇട്ടു, അതിന് ശേഷം അത് അവിടെ ഇവിടെ ഫില്ല് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ ഇത് മുകളിൽ നിന്ന് താഴോട്ട് ഇടുന്ന പോലെ ഉണ്ടാവും. പക്ഷേ ഞാനത് ഫില്ല് ചെയ്തതാണ്. ഞാൻ ആദ്യം താഴെ നിന്ന് മുകളിലേക്ക് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ കഴുത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതേപോലെ കണ്ണിനുള്ള ചുറ്റുഭാഗം ഇത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ദോഷമൊന്നും ചെയ്യുന്നില്ല. ഇത് നമ്മുടെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ നല്ല ഡാർക്കൊക്കെ പോകാൻ നല്ലതാണ്. ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ നിങ്ങളിത് മുഖത്ത് വെച്ചിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഫോൺ നോക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഫോൺ നോക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പക്ഷേ സമയം പോകാൻ വേണ്ടിയിട്ട് ഫോൺ നോക്കി. പിന്നെ അതിന് ശേഷം തണുത്ത വെള്ളത്തിലാണ് ഞാനിത് കഴുകുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമോ
എടുത്ത് നമ്മൾ ഏത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫേസ് പാക്ക് ഇട്ടാൽ സംസാരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ആൻറ്റി ഏജിങ്ങിനുള്ള ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. ഞാൻ ആ തണുത്ത വെള്ളം ഉപയോഗിച്ച് ആദ്യം മുഖം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യാൻ പുറത്ത് പോകുന്നില്ലേ, പുറത്ത് പോയി ഫേഷ്യൽ ചെയ്ത് ആ ക്രീമിനേക്കാളും നമുക്ക് നമ്മുടെ സ്കിന്ന് ഗ്ലോ ആയി കാണാൻ മെയിനായിട്ട് നമ്മൾ ഫേസ് മസാജ് കൊടുക്കുന്നതാണ് നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മൾ ഒരുപാട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കൊണ്ടൊന്നും നമ്മുടെ സ്കിന്നിന് വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം ബ്യൂട്ടീഷ്യൻ കാര്യങ്ങൾ എനിക്കറിയാം. എന്താ പറഞ്ഞാൽ ഞാൻ ഒരു ബ്യൂട്ടീഷ്യനായിട്ട് മുന്നേ, ഇപ്പോൾ അല്ല കേട്ടോ, പണ്ട് കുറേ 20 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ബ്യൂട്ടീഷ്യൻ ചെയ്തിരുന്നു. ഇപ്പോൾ ബ്യൂട്ടീഷ്യനൊന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ ഹൗസ് വൈഫാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അതിന് ശേഷം മസാജ് ചെയ്തതിന് ശേഷം ഈ തണുത്ത വെള്ളത്തിൽ തന്നെ നന്നായിട്ട് തുടച്ചെടുക്കണം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏത് പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ആദ്യം തുടച്ചെടുക്കുന്നതാണ് നല്ലത്. എന്തായാലും നമ്മുടെ സ്കിന്നിൽ അടിഞ്ഞിരിക്കുന്ന അഴുക്കൊക്കെ പോകാൻ തുടച്ചെടുക്കുന്നത് തന്നെയാണ് എല്ലാം കൊണ്ടും നല്ലത് കേട്ടോ. നമ്മുടെ പോഴ്സൊക്കെ ഓപ്പണായി അതിനുള്ളിൽ നിന്നൊക്കെ ഫാറ്റ് അങ്ങനെയുള്ള ഒരുപാട് അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ തുടച്ചെടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ അങ്ങ് പോകും കേട്ടോ, ഈ പാക്കെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതിനുശേഷം ഞാൻ കഴുകി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കാണുമ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കളറ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വാഭാവിക കളറ് തന്നെയാണ്. പിന്നെ കുറച്ചൊരു ബ്രൈറ്റൻ നമുക്ക് തോന്നുന്നുണ്ട്. ഇതാ മുഖം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ തൊടുമ്പോൾ പട്ട് പോലാന്നല്ല പറയുന്നില്ലേ, അതേപോലെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്. അപ്പോൾ നമ്മൾ ഏത് ഫേസിൽ ഏത് പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ജസ്റ്റ് നല്ലൊരു മോയ്സ്ചറൈസർ വെച്ച് മുഖത്ത് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കണം. ഇനി മോയ്സ്ചറൈസർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റോസ് വാട്ടറോ ഗ്ലിസറിനോ ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്താലും മതിയാവും. പിന്നെ സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ. 3-4 ദിവസമെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചർമ്മം കണ്ട പ്രായം തോന്നുകയേയില്ല. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത്ര വയസ്സായോ, നിങ്ങളെ കണ്ടാൽ പറയില്ല എന്ന്. എൻ്റെ സ്കിന്ന് ഞാൻ അത്യാവശ്യം ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. എന്ന് വെച്ചാൽ പാർലറിലൊന്നും പോയിട്ട് നമ്മളൊന്നും ചെയ്യാറില്ല. വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ചെറിയ നമ്മൾ യൂസ് ചെയ്തിട്ട് കളയുന്ന സാധനം വരെ ഞാൻ ഉപയോഗിക്കാറുണ്ട് എൻ്റെ സ്കിന്നിന്. അപ്പോൾ നമ്മുടെ അടുക്കളയിലുള്ള അരി കഴുകിയ വെള്ളം, അങ്ങനെയുള്ള കുറച്ച് ചെറിയ സാധനങ്ങൾ, പിന്നെ ഞാൻ ഇങ്ങനെയുള്ള ഓരോ ടിപ്സും ഞാൻ എൻ്റെ ഫേസിൽ നമ്മൾ തന്നെ വിശ്വാസത്തോടെ നമുക്ക് ചെയ്യാമല്ലേ, നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തോടെ ചെയ്യാം. അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഞാൻ പരീക്ഷിക്കാറുള്ളൂ. എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ മുത്തുമണികളോട് പറയാറുള്ളൂ. അല്ലാണ്ട് പറഞ്ഞിട്ട് നിങ്ങളത് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒരിക്കലും കാണൂല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്ന സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറയൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഒരു ഉപകാരം ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനൽ സബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ആ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് പറയുകയും വേണം. അപ്പോൾ അടുത്ത ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നത് വരേക്കും എൻ്റെ മുത്തുമണികൾക്ക് ബൈ.